കേരളത്തിലെ ആരോഗ്യരംഗത്തെ പ്രതിസന്ധി പരിഹാരങ്ങൾ കാണുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തന്നെ സംശയം തോന്നുന്ന രീതിയിലേക്ക് ആരോഗ്യവകുപ്പും അതപ്പതിച്ചിരിക്കുകയാണ്, അത് കൈകാര്യം ചെയ്യുന്നവരും അതപ്പതിച്ചിരിക്കുകയാണ്. സർക്കാരിന് ഇമേജ് ഉണ്ടാക്കണമെങ്കിൽ 4.25 വർഷം മുമ്പ് കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. ഇത് CPM കാണിക്കുന്ന ഒരു കാപട്യവും കൂടെയാണ്. ഇത്തരം ഉമ്മാക്കികളുണ്ട് മെഡിക്കൽ മേഖല നിശബ്ദമാക്കാനൊന്നും കഴിയില്ല. ഇങ്ങനെ ഭീഷണിപ്പെടുത്തി സമൂഹത്തെ നിശബ്ദമാക്കാൻ പറ്റുകയില്ല. ഈ മന്ത്രിമാർ വരുമ്പോൾ അവരുടെ ചുറ്റുമൊക്കെ നിന്ന് ചെറിയ സംവിധാനങ്ങളും ചെറിയ പോസ്റ്റുകളൊക്കെ ഒപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. അവരൊന്നും അല്ല ഈ പ്രസ്ഥാനം. 2 മാസം ശമ്പളം കിട്ടില്ല എന്ന് വനിതകൾ പറഞ്ഞെങ്കിൽ അവരുടെ വീട്ടിൽ അരി വയ്ക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഈ പ്രശ്നം ജനങ്ങൾ പരിഹരിച്ചോളുമെങ്കിൽ പിന്നെ നിങ്ങളുടെ ആവശ്യമില്ലല്ലോ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് ഇടതുമുന്നണി സർക്കാരുകൾ ആരോഗ്യവകുപ്പിനെ തകർക്കുകയും ചെയ്തു. അത് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ പുറത്തൊരു പാച്ച് വർക്ക് നടത്തി പെയിൻ്റ് അടിച്ചിട്ട് എല്ലാം ശരിയായിരുന്നു. ഗവൺമെൻറ് ചെയ്യേണ്ടത് പ്രശ്നം പഠിക്കണം. പ്രശ്നം പഠിക്കാൻ അവർ തയ്യാറില്ല. അപ്പം നമുക്കൊരുപാട് പരാജയങ്ങളുണ്ട്. കേരളം എല്ലാത്തിലും നമ്പർ 1 ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. സ്ത്രീ സാക്ഷരത, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊണ്ടാണ് കേരളത്തിൽ ആരോഗ്യം മെച്ചപ്പെട്ടിരിക്കുന്നത്. ഡോക്ടർ ഹാരിസിന് പിന്നാലെ ഇപ്പോഴിതാ ഡോക്ടർ മോഹൻദാസ്. സർക്കാരിന്റെ മരണാനന്തര അവയവദാന ഏജൻസിയായ KSautoയെ വിമർശിച്ചതാണ് ഡോക്ടർ മോഹൻദാസിനെ സർക്കാരിന് അനഭിമതനാക്കിയിരിക്കുന്നത്. വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ ഡോക്ടർ മോഹൻദാസിന് മെമ്മോയും നൽകി. ഒപ്പം അടിയന്തരമായി വകുപ്പ് മേധാവിമാരുടെ യോഗം വിളിച്ച മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പരസ്യ പ്രതികരണം നടത്തരുത് എന്ന വകുപ്പ് മേധാവികൾക്ക് താക്കീതും നൽകി. വിമർശിക്കുന്നവരുടെ മുഴുവൻ വാ മൂടിക്കെട്ടാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണോ ഇടത് സർക്കാർ? ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ SS ലാൽ സാറാണ് ഒപ്പമുള്ളത്. സാറ്, ഈ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ മാധ്യമങ്ങളിൽ പ്രതികരിക്കരുത് എന്ന് നിർദ്ദേശം വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്? ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് യാഥാർത്ഥ്യ ബോധമില്ലാത്തതുകൊണ്ടാണ്. രാഷ്ട്രീയ തീരുമാനങ്ങൾ ജനങ്ങൾ എങ്ങനെ ബാധിക്കുമെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഇപ്പം ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങളല്ല പ്രധാനം, സർക്കാരിൻ്റെ ഇമേജാണ് പ്രധാനം. സർക്കാരിൻ്റെ ഇമേജ് ഉണ്ടാക്കണമെങ്കിൽ 4.25 വർഷം മുമ്പ് കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. ഇത്തരം രീതിയിൽ സർക്കാർ ഡോക്ടർമാർ കാര്യങ്ങൾ പുറത്ത് പറയാത്ത സാഹചര്യം ഉണ്ടാക്കണമായിരുന്നു. 4.25 വർഷമാകുമ്പോൾ ഡോക്ടർമാരുടെ വായ മൂടിക്കെട്ടാമെന്ന് വിചാരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ അത് അല്ലെങ്കിൽ ചെറിയ ലഘുവായി പറഞ്ഞ വിവരക്കേടാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രതിബദ്ധതയില്ലാത്തതാണ്. ഇപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കണം. ആ കാലം മാറിപ്പോയി. സാമൂഹ്യ മാധ്യമങ്ങളും മറ്റ് മാധ്യമങ്ങളൊക്കെ വളരെ സജീവമാണ്. ഇത് സർക്കാരിനെതിരെയല്ല പറയുന്നത്, ജനങ്ങളെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ. ഇപ്പോൾ ഈ ആരോഗ്യമന്ത്രി കാര്യത്തിൽ പോയി എനിക്ക് വിഷമം തോന്നാറുണ്ട്. അവരൊറ്റപ്പെട്ടു പോവുകയാണ്. അവരൊരു വനിതയാണ്, സാമൂഹ്യ പ്രവർത്തകയാണ്. അവർ പ്രോത്സാഹിക്കപ്പെടേണ്ടതാണ്. രാഷ്ട്രീയ രംഗത്ത് അവർ നിൽക്കുന്നത് നല്ല തന്നെയാണ്. അവർക്ക് പറ്റുന്ന ഏതെങ്കിലും വകുപ്പ് കൊടുത്ത് കാര്യങ്ങൾ മെച്ചപ്പെടുത്താമായിരുന്നു. അതെനിക്ക് ആ സമയം കഴിഞ്ഞു പോയി. പക്ഷേ കേരളത്തിൽ ജനങ്ങൾ മുഴുവൻ ഒരു സൈഡിലും ആരോഗ്യമന്ത്രി ഒറ്റപ്പെട്ടു പോവുകയാണ്. ഇത് CPM കാണിക്കുന്ന ഒരു കാപട്യവും കൂടെയാണ്. അവർ ഈ ഉത്തരവാദിത്തമല്ല ഒരു ആരോഗ്യമന്ത്രിക്കെതിരെ തിരിയുന്ന രീതിയിൽ കാര്യങ്ങൾ മാറ്റുകയാണ്. ഇതിവിടുത്തെ ഭരണത്തിനെതിരെയുള്ള വികാരമാണ്. സർക്കാർ ഡോക്ടർമാർ മാധ്യമങ്ങളോട് സംസാരിച്ച് പോകുന്നെങ്കിൽ ഇവിടുത്തെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ എന്താണ് ഈ ചെറിയ ഉമ്മാക്കികൾ കാണിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇത് ഗവൺമെൻറ് കഴിവ് കുറവ്, അല്ലെങ്കിൽ കഴിവില്ലായ്മ, അല്ലെങ്കിൽ ഭയം, അല്ലെങ്കിൽ ജനങ്ങളോട് ഉത്തരവാദിത്തം ഇല്ലായ്മ, അതിനെ തുറന്നു കാട്ടുന്നതാണ് ഈ സംഭവം. ഡോക്ടർമാരുടെ വാ മൂടിക്കെട്ടാൻ നോക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഇത്തരം ഉത്തരവുകൾക്ക് മെഡിക്കൽ മേഖലയെ നിശബ്ദമാക്കാൻ കഴിയുമോ? ഇത്തരം ഉമ്മാക്കികളുണ്ട് മെഡിക്കൽ മേഖല നിശബ്ദമാക്കാനൊന്നും കഴിയില്ല. ഞാൻ 42-ാം വർഷമാണ് മെഡിക്കൽ രംഗത്ത് വന്നിട്ട്, വിദ്യാർത്ഥികാലം തൊട്ട് തന്നെയാണെങ്കിൽ. ഞാൻ മെഡിക്കൽ സമരം നയിച്ച ആളാണ്. കേരളത്തിൽ ഒരുപാട് മെഡിക്കൽ സമരം നടന്നിട്ടുണ്ട്. ഒന്നും ശമ്പളം കൂട്ടാൻ വേണ്ടിയായിരുന്നില്ല. കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയ സമരങ്ങളാണ്, നടന്ന സമരങ്ങളാണ്. അതെല്ലാ സർക്കാരുകൾക്കെതിരെ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയം നോക്കാറില്ല. തെറ്റുകൾ പറ്റും സർക്കാരുകൾക്ക്. പക്ഷേ ഇടതുമുന്നണി സർക്കാർ ഭരിക്കുമ്പോൾ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അവർ ആക്രമിക്കലാണ്. അപ്പോൾ അത് തെറ്റായ നയമാണ്. ഇങ്ങനെ ഭീഷണിപ്പെടുത്തി സമൂഹത്തെ നിശബ്ദമാക്കാൻ പറ്റുകയില്ല. പഴയ വലിയ ശക്തന്മാരായ മുഖ്യമന്ത്രിമാർ കേരളത്തിലുണ്ടായിരുന്നു, വലിയ ശക്തരായ ആരോഗ്യമന്ത്രിമാരുണ്ടായിരുന്നു. അവർ പോലും ഈ സമരങ്ങൾക്ക് മുന്നിൽ, പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ അവർക്ക് പോലും മുട്ടുകുത്തേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുറച്ചുപേരെ വായടപ്പിച്ച് നിശബ്ദമാക്കാമെന്ന് വിചാരിക്കുന്നത് മെഡിക്കൽ സമൂഹം ഇപ്പോൾ പോലീസ് സംഘടിച്ച സംസ്ഥാനമാണ്. ഇവിടെ സംഘടനകളുണ്ട്. ചില സംഘടനകളെയൊക്കെ കുറച്ച് കാലത്തേക്ക് ഭീഷണിപ്പെടുത്തി നിർത്താം. ഈ മന്ത്രിമാർ വരുമ്പോൾ അവരുടെ ചുറ്റുമൊക്കെ നിന്ന് ചെറിയ സംവിധാനങ്ങളും ചെറിയ പോസ്റ്റുകളൊക്കെ ഒപ്പിക്കുന്നവരൊക്കെ ഉണ്ട്.
അവരൊന്നും അല്ല ഈ പ്രസ്ഥാനം. അവർ സ്വന്തം കാര്യം സാധിക്കുന്നവരാണ്. അത് ഏത് സർക്കാർ വന്നാലും ഉണ്ടാവും. പക്ഷേ സംഘടനകളുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും പിന്നെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടന KGMCT ഒക്കെ ശക്തമായി പ്രതികരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവരും തൽക്കാലമൊക്കെ ഭീഷണിപ്പെടുത്താൻ കഴിയും. ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പലരും നിശബ്ദരാകും. പക്ഷേ ഒരു കാരണമുണ്ടെങ്കിൽ, ശബ്ദമുണ്ടാക്കുന്നതിനൊരു കാരണമുണ്ടെങ്കിൽ, അത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ ഒരുപാട് നാളൊന്നും വായ പൊത്തിപ്പിടിക്കാൻ പറ്റില്ല. പൊത്തിപ്പിടിക്കുന്നതിൻ്റെ കയ്യിൽ കടി കിട്ടുകയും ചെയ്യും. യാതൊരു സംശയമില്ല. ചരിത്രം അതാണ് കാണിക്കുന്നത്. കേരളത്തിൽ വളരെ ശക്തമായ ഗവൺമെൻറ്റുകൾക്ക് പോലും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. തെറ്റുകൾ പറ്റുമ്പോൾ അത് ചർച്ചകൾ നടത്തും, പരിഹരിക്കാൻ നോക്കും. പരിഹരിക്കാൻ പറ്റില്ല, ഇതുവരെ പരിഹരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സമരം ചെയ്യുന്നവർക്ക് മനസ്സിലായത് ഒരു ഗവൺമെൻറ് പരിമിതി ഇതാണ്. ഇത് ചർച്ചകളൊന്നും ഇല്ലല്ലോ. എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തുക, ശമ്പളം കിട്ടുക എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരെ അവർക്ക് നടപടി ക്രിമിനൽ കേസ് വരികയാണ്. പാവപ്പെട്ട തൊഴിലാളികൾ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരാണ്. 2 മാസം ശമ്പളം കിട്ടില്ല എന്ന് വനിതകൾ പറഞ്ഞെങ്കിൽ അവരുടെ വീട്ടിൽ അരി വയ്ക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. കുട്ടികളെ സ്കൂളിൽ വിടാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ബസ് കൂലിയില്ലാത്ത അതുകൊണ്ടാണ്. അപ്പോൾ ആ സ്ത്രീകൾക്കെതിരെ കേസ് വരികയാണ്. ഇതാണ് കാലം. ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തന്നെ സംശയം തോന്നുന്ന രീതിയിലേക്ക് ആരോഗ്യവകുപ്പും അതപ്പതിച്ചിരിക്കുകയാണ്, അത് കൈകാര്യം ചെയ്യുന്നവരും അതപ്പതിച്ചിരിക്കുകയാണ്. ശരിക്കും സർക്കാർ കൈക്കൊണ്ട നടപടി തെറ്റാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സർക്കാർ എന്തായിരുന്നു ചെയ്യേണ്ടത്? ഏത് ഗവൺമെൻറ്റും ചെയ്യേണ്ടത് പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ പ്രശ്നം ജനങ്ങൾ പരിഹരിച്ചോളുമെങ്കിൽ പിന്നെ നിങ്ങളുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ പരിഹരിക്കുക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഒരു ചർച്ച ചെയ്തതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഒരു കാറിന് എൻജിൻ പണി വന്നിരിക്കുകയാണ്, എൻജിൻ തകരാറിലായിരിക്കുകയാണ്. അതിൻ്റെ പുറത്ത് പെയിൻ്റ് അടിച്ചിട്ട് പറയുന്നത് കാറ് ശരിയായിരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് ഇടതുമുന്നണി സർക്കാരുകൾ ആരോഗ്യവകുപ്പിനെ തകർക്കുകയും ചെയ്തു. അതാരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ പുറത്തൊരു പാച്ച് വർക്ക് നടത്തി പെയിൻ്റ് അടിച്ചിട്ട് എല്ലാം ശരിയായെന്ന്. അങ്ങനെയല്ല, ഇത് ആരോഗ്യത്തെ വെച്ചാണ് കളിക്കുന്നത്. പാവപ്പെട്ടൻ്റെ ആരോഗ്യത്തെ വെച്ചാണ് കളിക്കുന്നത്. കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. സംശയമുള്ള ഒരു ആശുപത്രിയിൽ വൈകുന്നേരം ഒന്ന് കയറി നടന്നാൽ മതി, ഒരു കട്ടിൽ 2 പേര് കിടക്കുന്ന സാഹചര്യമാണ്. ഒരു കാരണവശാലും പാടില്ലാത്തതാണ്. കോവിഡ് സമയത്ത് മാത്രമല്ല സാമൂഹിക അകലം പാലിക്കേണ്ടത്. പകർച്ചവ്യാധികളുള്ളവർ പരസ്പരം ഒരു കട്ടിൽ കിടന്ന് ഒരു വാടിക്കിടന്നാൽ പോലും രോഗങ്ങൾ വരാം. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ആശുപത്രി വന്ന് കിടന്നിട്ട് മാരക സാംക്രമിക രോഗമായിട്ട് തിരിച്ചു പോകുന്ന സാഹചര്യം എല്ലായിടത്തും ഉണ്ട്, ലോകത്തെല്ലായിടത്തും. പക്ഷെ അത് ഒഴിവാക്കാനായിട്ടാണ് അകലം വേണം. കട്ടിലുകൾ തമ്മിൽ അകലം വേണം. ചില മാരക രോഗങ്ങൾ അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങൾ വേറെ വാർഡിൽ ഒറ്റയ്ക്ക് കിടത്താം. ഇത് വരുന്ന തലവേദനയായിട്ട് വന്നവനെയും വയറിളക്ക രോഗിയെയും മെനിഞ്ചൈറ്റിസ് സാധനങ്ങളുടെ ഒരു കട്ടിൽ കിടത്തിയുള്ള അവസ്ഥ എന്തായിരിക്കും? പരസ്പര രോഗം കൈമാറും. അപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ടത് പ്രശ്നം പഠിക്കണം. പ്രശ്നം പഠിക്കാൻ അവർ തയ്യാറില്ല. എല്ലാം ശരിയാണെന്നും കേരളം നമ്പർ 1 ആണ്. നമ്പർ 1 ആണ് പല കാര്യത്തിലും. അത് ഈ സർക്കാർ കൊണ്ടുവന്നൊന്നുമല്ല. പല കാര്യത്തിലും നമ്പർ 1 അല്ല. കേരളത്തിൽ നടക്കുന്ന പോലെ റോഡ് അപകട മരണങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങൾ കുറവാണ്. ബീഹാറുകാരനോട് പറയാൻ പറ്റുമോ റോഡ് അപകട മരണങ്ങൾ കേരളത്തെ കണ്ടുപിടിക്കാൻ? അതിൽ നമ്മൾ മാതൃകയല്ല. പ്രമേഹ രോഗം, രക്തസമ്മർദ്ദ പ്രശ്നങ്ങൾ, ഇതുപോലത്തെ കാര്യത്തിൽ നമ്മൾ കേരളം വളരെ മുന്നിലാണ് രോഗികളുടെ എണ്ണത്തിൽ. ഇത് കണ്ട് മധ്യപ്രദേശിൻ്റെ പറയാൻ പറ്റുമോ? ഡയബറ്റീസിൻ്റെ കാര്യത്തിൽ, പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ കേരളത്തെ കണ്ടുപിടിക്കാൻ പറയാൻ പറ്റുമോ? ഇല്ല, നമ്മൾ മാതൃകയല്ല. ആത്മഹത്യാ നിരക്ക് നമ്മളതിനകത്ത് മാതൃകയല്ല. അപ്പം നമുക്കൊരുപാട് പരാജയങ്ങളുണ്ട്. കേരളം എല്ലാത്തിലും നമ്പർ 1 ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഒരു പരീക്ഷയ്ക്ക് നടക്കുമ്പോൾ 2 വിഷയത്തിൽ നല്ല മാർക്ക് കിട്ടിയ കുട്ടി ചിലപ്പോൾ വേറെ 4 എണ്ണത്തിൽ തോറ്റിരിക്കുകയായിരിക്കും. അവൻ്റെ രക്ഷാകർത്താക്കളോ ബന്ധുക്കളോ പറയുകയാണ് ഇവനാണ് ഫസ്റ്റ് എന്ന്. 2 വിഷയത്തിൽ ഫസ്റ്റ് ആയിരിക്കും, പക്ഷേ 4 വിഷയത്തിൽ കുട്ടി പരാജയപ്പെട്ടാണ് മോശം മാർക്കായിരിക്കും. അപ്പോൾ അവന് PR വർക്ക് നടത്തി ഇവനാണ് സ്കൂൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അവൻ്റെ 2 വിഷയത്തിൽ മാർക്ക് കൂടെ പോവും. അങ്ങനെയല്ല വേണ്ടത്. കേരളം ഒരുപാട് കാര്യത്തിൽ നമ്പർ 1 ആണ്. ശരാശരി എടുക്കുമ്പോൾ കേരളം മെച്ചമാണ്. അതിൻ്റെ അർത്ഥം കേരളം എല്ലാ രംഗത്തും മെച്ചമെന്നല്ല. കേരളത്തിൽ വളരെ കൃത്യതയോടെ പരിഹരിക്കപ്പെടേണ്ട അടിയന്തര പ്രശ്നങ്ങൾ പോലും ഉണ്ട്. മഞ്ഞപ്പിത്തം, വെള്ളത്തിലൂടെ പകരുന്ന മഞ്ഞപ്പിത്തം വന്ന് കേരളത്തിൽ രോഗികൾ മനുഷ്യർ മരിക്കുകയാണ്. ഇത് വല്ലവരുമാണ് മരിക്കുകയെന്ന് വിചാരിക്കുന്നത് നമ്മൾ വാർത്ത വായിക്കുമ്പോഴാണ്. അവനവന് വരുമ്പോഴാണ്, അവനവന് മരണം വരുമ്പോൾ ആണ്, അല്ലെങ്കിൽ മരണത്തിന് അടുത്തെത്തുമ്പോൾ, അല്ലെങ്കിൽ ബന്ധുക്കൾ മരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് നമ്മുടെ വീട്ടിലും വരാമെന്നുള്ളത്. അപ്പോൾ കേരളത്തിൽ ആരോഗ്യരംഗത്ത് പ്രശ്നങ്ങളുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി അംഗീകരിക്കണം. ഇതൊരു പാലം കെട്ടി പ്രശ്നം തീർക്കുന്നതല്ല. പാലം ഇല്ലാത്തൊരു പാലം കെട്ടിയാൽ പിന്നെ 50 വർഷത്തേക്കൊന്നും തിരിഞ്ഞു നോക്കണ്ട. ആരോഗ്യരംഗത്ത് അനുനിമിഷം മാറുകയാണ്. കോവിഡ് വരുന്നതിന് മുമ്പ് കോവിഡിനെ പറ്റി അറിയില്ല. നിപ്പ വരുന്നതിന് മുമ്പ് നമുക്ക് നിപ്പയെ പറ്റി നമുക്കിവിടെ നാട്ടിലറിയില്ല.
അപ്പോൾ ഒരുപാട് പുതിയ രോഗങ്ങൾ വരുന്നുണ്ട്, പുതിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. മനുഷ്യർക്ക് ആയുസ് കൂടുതലായതുകൊണ്ട് തന്നെ വൃദ്ധരുടെ പ്രശ്നമുണ്ട്, വൃദ്ധർക്ക് വരുന്ന രോഗങ്ങളുണ്ട്. ഇതിനൊക്കെ വേണ്ടി കേരളം തയ്യാറെടുക്കണം. കേരളം എല്ലാം ശരിയായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാകുന്നത്? ഒരു ആരോഗ്യരംഗത്ത് ഒരു സംസ്ഥാനം ഒരു രാജ്യത്തിനും എല്ലാം ശരിയാക്കാൻ പറ്റില്ല. അപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ടത് പ്രശ്നങ്ങൾ പഠിക്കണം. ഇപ്പോൾ UDFൻ്റെ ആരോഗ്യ കമ്മീഷൻ UDF നിയമിച്ചിട്ടുണ്ട്, ഞാനതിൻ്റെ ചെയർമാനാണ്. ഞങ്ങൾ പഠിക്കുകയാണ് കേരളത്തിൽ എന്താണ് പ്രശ്നങ്ങളെന്ന്. നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ട്. കേരളത്തിൽ ആരോഗ്യ അവബോധം കൂടുതലാണ്, ജനങ്ങൾക്ക് അറിവ് കൂടുതലാണ്, നല്ല കാര്യമാണ്. അതൊരു മന്ത്രിസഭയുടെ ഓർഡർ കാരണം ജനങ്ങളെല്ലാം കൂടെ പഠിക്കാൻ തുടങ്ങിയില്ല, ഇതിവിടെ ഉള്ളതാണ്. കേരളത്തിൽ ശുദ്ധജലം മറ്റ് സംസ്ഥാനങ്ങളിൽ ലഭ്യമാണ്. 41 നദികൾ കേരളത്തിലേക്ക് ഒഴുകാണ്. അത് സർക്കാർ ഉത്തരവിറക്കിക്കൊണ്ട് ഇന്ന് ഇങ്ങോട്ട് ഒഴുകാമെന്ന് നദി തീരുമാനിച്ചാൽ ഇതൊക്കെ ഗുണങ്ങളാണ്. എന്നാൽ നമുക്ക് വൃദ്ധരുടെ എണ്ണം കൂടുന്നു, അത് സർക്കാർ ഉത്തരവ് ഇറക്കാൻ പറ്റും വൃദ്ധരുടെ എണ്ണം കൂടരുതെന്ന്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. നഗരവൽക്കരണം കൂടുതലാണ്, അതുകൊണ്ട് ശുദ്ധജല ലഭ്യത കുറയുന്നുണ്ട്. അതിന് പരിഹാരം കാണണം. അപ്പോൾ ഇങ്ങനത്തെ പരിഹാരം കാണേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ പ്രശ്നമുണ്ടെന്ന് സമ്മതിക്കാൻ തയ്യാറാകണം. പ്രശ്നമില്ലാത്ത ഒരാൾക്ക് പരിഹാരം കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ UDFൻ്റെ പാത പിന്തുടർന്ന് ഗവൺമെൻറ് ചെയ്യണം. നമുക്കുള്ള റിസോഴ്സസ് കുറവാണ്. ഗവൺമെൻറ്റിന് റിസോഴ്സുണ്ട്, ആയിരക്കണക്കിന് സ്റ്റാഫുണ്ട്, ലബോറട്ടറികളുണ്ട്, അധികാരമുണ്ട്. ഗവൺമെൻറ് വിളിച്ചാൽ ആരും വന്നേ പറ്റുള്ളൂ. എനിക്കും വരേണ്ടി വരും. ഗവൺമെൻറ് വിളിച്ചാൽ ഗവൺമെൻറ് ചെയ്യണം. UDFൻ്റെ മാത്രമേ ഗവൺമെൻറ് പിന്തുടരണം. ഇത് നമ്മൾ സർക്കാരിനെ തോൽപ്പിക്കാനല്ല UDF ശ്രമിക്കുന്നത്. ഹെൽത്ത് കമ്മീഷൻ പോലും സർക്കാരിനെ തോൽപ്പിക്കാനല്ല, ജനങ്ങളെ ജയിപ്പിക്കാനാണ്. ഉത്തരവാദിത്തം ഏൽപ്പിച്ച് ഗവൺമെൻറ് എല്ലാം ശരിയെന്നും പറഞ്ഞ് കണ്ണടച്ച് മറ്റുള്ള ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ല, ഇവിടെ പ്രശ്നങ്ങളുണ്ടെന്ന് UDF പറയുകയാണ്. ആ പ്രശ്നം പഠിക്കുകയാണ്. സർക്കാരിനെ ഉപദ്രവിക്കാനല്ല, ജനങ്ങളെ സഹായിക്കാനാണ്. ഇപ്പോൾ UDFൻ്റെ മാതൃക സർക്കാർ പിന്തുടരണം. ഇനി സമയമുണ്ട്, നമുക്കെല്ലാവർക്കും ഗുണപ്പെടും. നമ്മളെല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും രോഗം വരാം. ആരോഗ്യമന്ത്രിയോ ആരോഗ്യവകുപ്പ് പരാജയപ്പെട്ടാൽ എനിക്കും ഉണ്ട് അപകടം. അതുകൊണ്ടാണ് വിജയിക്കണമെന്ന്, അവർക്ക് ശരിയാകണമെന്ന് പറയുന്നത്. സാർ, ഈ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധികളെക്കുറിച്ച് പലരും തുറന്നു പറയാറുണ്ട്. ഇത്തരത്തിൽ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ പുറത്തു പറയുന്നത് കേരളത്തിന്റെ നേട്ടങ്ങളെ ഇകഴ്ത്തിക്കാണിക്കാൻ ഇടയാക്കില്ലേ എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. അതേക്കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? നമ്മൾ വിജയങ്ങളായിട്ട് തന്നെ ആഘോഷിക്കണം, പരാജയങ്ങൾ പരാജയങ്ങളായിട്ട്. കേരളം ഒരു ഫുട്ബോൾ മാച്ചിൽ കേരളം വിജയിച്ചു, നമ്മൾ പറയണം കേരളം വിജയിച്ചു എന്ന്. പരാജയപ്പെട്ട് കേരളമാണ് വിജയിച്ചതെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ കേരളം ഒരു ഫുട്ബോൾ കളി തോറ്റിട്ട് കേരളം തോറ്റു എന്നൊരു പത്രക്കാർ എഴുതരുതെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അതുപോലെ ചിലയിടത്ത് നമ്മൾ വിജയിക്കുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നാട്ടുകാർ പറയുന്നുണ്ട്. കേരള മോഡലൊന്നും ഈ ഇടതു മുന്നണി ഉണ്ടാക്കിയൊന്നുമല്ല. കേരള മോഡലിനെ പറ്റിയൊക്കെ പണ്ടേ ഇവിടെ വർത്തമാനമുണ്ട്. കേരളം നമ്പർ 1 ആണെന്ന് 80കളിലെ പ്രസിദ്ധീകരണങ്ങളുണ്ട്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ കേരളം പല രംഗത്തും മുന്നിലാണ്. ആരോഗ്യരംഗത്ത് അത് മാതൃമരണ നിരക്ക് നോക്കിയാലും ശിശുമരണ നിരക്ക് നോക്കിയാലും കേരളത്തിലാണ് ഏറ്റവും കുറവ്. ആയുർദൈർഘ്യം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. അത് സ്വാതന്ത്ര്യത്തിന് മുന്നെയാണ്. അത് തുടരുകയാണ്. അപ്പോൾ അത് നമ്മൾ പറയണം. പക്ഷേ കേരളത്തിൽ അപകടം നടക്കുന്നില്ല എന്ന് പറയാൻ പറ്റൂ? അപകട മരണങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് പറയാൻ പറ്റൂ? കേരളത്തിൽ മാനസികരോഗം ഇല്ല എന്ന് പറയാൻ പറ്റൂ? കേരളത്തിൽ പ്രമേഹരോഗം ഇല്ല എന്ന് പറയാൻ പറ്റൂ? പ്രമേഹരോഗ തലസ്ഥാനം എന്നാണ് പല യോഗങ്ങളിലും കേരളത്തെ പറ്റി പറയുന്നത്. അത് നമ്മൾ പ്രശ്നമായിട്ട് അംഗീകരിക്കണം. ഇപ്പം നമ്മൾ ഒരു കാര്യത്തിൽ വിജയം ഉണ്ടാകുമ്പോൾ മറുരംഗത്തെ പരാജയം നമ്മൾ വിളിച്ചു. ഇതെന്ത് മത്സരമാണ്? UPയേക്കാൾ മെച്ചമാണ് മധ്യപ്രദേശങ്ങൾ മെച്ചത്. ഓട്ട മത്സരമില്ലാണ്. മധ്യപ്രദേശുകാരൻ രക്ഷപ്പെടണം, ഉത്തർപ്രദേശുകാരൻ രക്ഷപ്പെടണം, അവനും മെച്ചപ്പെടണം. അത് നമ്മുടെ മക്കളാണ്, നമ്മുടെ മനുഷ്യരാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. അപ്പോൾ കേരളത്തിൽ പരാജയം ഉണ്ടായാൽ അത് പറയാൻ നമ്മൾ തയ്യാറാകണം. ഒരു പരീക്ഷ അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുമ്പോൾ അവരുടെ പെർഫോമൻസ് അസസ് ചെയ്യുന്നത് പരീക്ഷയിലൂടെയാണ്. നല്ല വിഷയങ്ങൾ നന്നായി പഠിക്കുന്ന അല്ലെങ്കിൽ നല്ലപോലെ അറിയാവുന്ന വിഷയങ്ങൾ കുട്ടിക്ക് മാർക്ക് കൂടുതൽ കിട്ടും. ചില വിഷയങ്ങൾ മോശമാകുമ്പോൾ മാർക്ക് കുറയും. എനിക്ക് നമുക്കെല്ലാവരും സംഭവിക്കാറുണ്ട്. അപ്പോൾ പ്രോഗ്രസ് കാർഡ് അയച്ചാൽ ടീച്ചറിനെ പോയി തല്ലിയാൽ മതിയോ? അല്ലെങ്കിൽ ടീച്ചറോട് പറയണം പ്രോഗ്രസ് കാർഡ് ഇറക്കരുതെന്ന്. എൻ്റെ കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടിയ വിഷയം മാത്രം പ്രോഗ്രസ് കാർഡിൽ എഴുതിയാൽ മതി എന്ന് പറയാൻ പറ്റുമോ? കുട്ടി ചില വിഷയങ്ങൾ വളരെ വിദഗ്ധനാണ്, മിടുക്കനാണ്. അതുപോലെ തന്നെയാണ് ആരോഗ്യരംഗം എല്ലാം ശരിയാക്കി പിന്നെ എന്തിനാണ് മന്ത്രിയുടെ ആവശ്യം? മന്ത്രി അങ്ങ് പിൻവലിച്ചുവിടെ, നാട്ടുകാർ നടത്തിക്കൊള്ളില്ല. ആരോഗ്യം ഏറ്റവും മെച്ചമാണെങ്കിൽ. അല്ല, ഈ മന്ത്രിമാരാണ് കേരളത്തെ ആരോഗ്യം മെച്ചമെന്ന് പറഞ്ഞാൽ അതൊരു നാണക്കേടാണ്. എന്നാൽ ഈ മന്ത്രിമാരെല്ലാം കൊണ്ട് ബീഹാറിൽ വെച്ചാൽ ബീഹാർ നമ്പർ 1 ആവും. ഇതൊരുപാട് ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളെല്ലാം കൂടെ ചേർന്ന് മെച്ചമാകുന്നത്. കയ്യടി മുഴുവൻ കൊടുക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്കാണ്. ഞാനൊരു പ്രൊഫസറാണ് ആരോഗ്യരംഗത്ത്.
ഞങ്ങൾ നടത്തിയൊരു പഠനമുണ്ട്. കോവിഡ് സമയത്ത് കേരളത്തിലെ ജനങ്ങൾ 95% മാസ്ക് വെച്ചാണ് നടക്കുന്നത്. ഒരു പോലീസും ഓടിച്ചിട്ടല്ല. ജനങ്ങളുടെ അവബോധമാണ്. വെള്ളം തിളപ്പിച്ചാൽ നമ്മൾ കുടിക്കുന്നത്. ശുചിത്വം കൊണ്ട് കുളിക്കുന്നവരാണ് നമ്മൾ. അത് മന്ത്രിസഭ പറഞ്ഞിട്ടാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ അവബോധം, അതിന് കാരണം എന്താണ്? വിദ്യാഭ്യാസം, സാക്ഷരത, സ്ത്രീ സാക്ഷരത. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊണ്ടാണ് കേരളത്തിൽ ആരോഗ്യം മെച്ചപ്പെട്ടിരിക്കുന്നത്. ഈ മനുഷ്യർ ഞാൻ ഉൾപ്പെടെ ബീഹാറിൽ ജീവിച്ചെങ്കിൽ, മധ്യപ്രദേശ് ജീവിച്ചെങ്കിൽ ഈ സാഹചര്യങ്ങളില്ല. നമ്മൾ ചിലപ്പോൾ നേരത്തെ മരിച്ചു പോയെന്നും വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പറയാൻ കഴിയണം. അല്ല എപ്പോഴും നമ്പർ 1 ആണെന്ന് പറഞ്ഞ് ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യരുത്. നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സർ, കേരളത്തിലെ ആരോഗ്യരംഗത്തെ പ്രതിസന്ധികളെക്കുറിച്ച് നിരന്തരം വാചാലനാകാറുണ്ട്. ഈ വീഡിയോയിലും സൂചിപ്പിച്ചു, മുൻപുള്ള വീഡിയോയിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ശരിക്കും കേരളത്തിലെ ആരോഗ്യരംഗത്തെ പ്രതിസന്ധി തരണം ചെയ്യാൻ എന്താണ് ഇനി ചെയ്യേണ്ടത്? കേരളത്തിലെ ആരോഗ്യരംഗത്തെ പ്രതിസന്ധി പരിഹാരങ്ങൾ കാണുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. ഇനി 8 മാസമേ ഉള്ളൂ. അതുകൊണ്ട് മാജിക് റോഡൊന്നും മാന്ത്രികന്മാരെ പോലെ വടി കൊണ്ട് തൊട്ട് കേരളത്തിലെ ആരോഗ്യ പ്രശ്നം ശരിയാക്കാൻ പറ്റില്ല. ആദ്യം ചെയ്യേണ്ടത് കേരളത്തിലെ ആരോഗ്യരംഗത്ത് പ്രശ്നമുണ്ടെന്ന് സമ്മതിക്കണം. മന്ത്രി അറിയാടയ്ക്ക് പറഞ്ഞു സിസ്റ്റം പ്രശ്നം. സിസ്റ്റം നിയന്ത്രിക്കുന്ന അവരാണ്, ആരോഗ്യമന്ത്രിയാണ്. അവരവകാശപ്പെടുന്ന അവരതിൻ്റെ തലപ്പത്താണെന്നാണ്. അപ്പോൾ അവർ അബദ്ധത്തിൽ പറഞ്ഞു പോയ വാക്ക് ജനങ്ങളോട് പറയണം. അത് നാണക്കേടൊന്നുമില്ല. നമ്മുടെ ആരോഗ്യരംഗത്ത് പ്രശ്നമാണെന്ന് തുറന്നു പറയാൻ കഴിയണം. പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കപ്പെടണം. അതിന് സർവകക്ഷി യോഗം വിളിക്കണം. ഒരു ഗവൺമെൻറ് വരുമ്പോൾ അവരുടെ പിന്തുണ 10-40%. ബാക്കി 60% പേര് ഇവർക്ക് വോട്ട് ചെയ്യാത്തവരാണ്. ഇനി തൊട്ട് ഞങ്ങളാണ് ആരോഗ്യവകുപ്പ്, ഞങ്ങളാണ് മന്ത്രി, ഞങ്ങളാണ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. നിങ്ങളെക്കാൾ പല കാര്യങ്ങളും അറിവുള്ളവർ അപ്പുറത്തുണ്ടാവും. MLA മാരുണ്ടാവും. ആരോഗ്യമന്ത്രിയേക്കാൾ ആരോഗ്യരംഗം അറിയുന്ന MLA അപ്പുറത്തുണ്ടാവും. പ്രതിപക്ഷമായിപ്പോയിട്ട് ആളുകൾ ഉണ്ടായിരിക്കണം. അവരോട് സംസാരിക്കണം. പ്രതിപക്ഷത്തോട് സംസാരിക്കണം. സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടണം. ഈ നാട്ടിൽ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നത് ആശുപത്രികൾ മാത്രമല്ല, അല്ലെങ്കിൽ ഡോക്ടർമാർ മാത്രമല്ല, നഴ്സുമാർ മാത്രമല്ല, ഒരുപാട് സന്നദ്ധ സംഘടനകൾ ആരോഗ്യരംഗത്തുണ്ട്. ഇവരെല്ലാം വിളിച്ചു കൂട്ടണം. വിളിച്ചുകൂട്ടി എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കണം. എൻജിൻ പണിയുള്ള കാറിന് പെയിൻ്റ് അടിച്ചിട്ട് കാര്യമില്ല. പ്രശ്നം മനസ്സിലാക്കണം. എൻജിൻകാരാണ്, എൻജിൻ ശരിയാക്കണം. അതിന് സമ്പത്ത് വേണം. സമ്പത്ത് മുഖ്യമന്ത്രിയോട് ചോദിക്കണം. ആരോഗ്യരംഗത്ത് ബജറ്റിൽ ആരോഗ്യരംഗം നീക്കി വയ്ക്കുന്ന 5% 10 പറയണം. അതിനുള്ള ചങ്കൂറ്റം വേണം. അവിടെയാണ് ജനങ്ങളുടെ പുറത്തല്ലേ കുതിര കയറേണ്ടത്. ഇത് ചൂണ്ടിക്കാണിക്കുന്ന ഡോക്ടർമാരെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആരോഗ്യരംഗം ശരിയാവും. മുഖ്യമന്ത്രിയോട് പറയണം എനിക്ക് 10% ബജറ്റിൽ ആരോഗ്യത്തിന് മാറ്റി വയ്ക്കണം. ആ പറയാനുള്ള തൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിക്കുണ്ടാകണം. സംസ്ഥാന GDP 1% സ്പെൻഡ് ചെയ്യുന്നത്. അത് കൂടുതൽ സ്പെൻഡ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകണം. സ്വകാര്യ മേഖല ഉപയോഗിക്കണം. സ്വകാര്യ മേഖല നിയന്ത്രിക്കപ്പെടുകയും വേണം. അത് പ്രത്യേകിച്ച് നമുക്ക് പോലും അറിയാത്ത പുറത്തുനിന്നൊക്കെ വരുന്ന കമ്പനികൾ നിയന്ത്രിക്കുന്ന സ്വകാര്യ മേഖലയായി മാറിക്കഴിഞ്ഞു ആരോഗ്യരംഗത്ത്. അതിന് കടിഞ്ഞാണിടണം. എന്നാൽ ഉപയോഗിക്കുകയും വേണം. സ്വകാര്യ ബസ് ഉപയോഗിക്കുന്നത് പോലെ KSRTCക്ക് യാത്രാ സൗകര്യം മുഴുവൻ ചെയ്തു കൊടുക്കാൻ പറ്റാത്തതിന് സ്വകാര്യ ബസ്സിന് അനുവദിക്കുന്നുണ്ട്, ഓട്ടോറിക്ഷ അനുവദിക്കുന്നുണ്ട്. അതുപോലെ സ്വകാര്യ മേഖല ഉപയോഗിക്കാനാണ് കഴിയേണ്ടത്. സ്വകാര്യ മേഖലയ്ക്ക് കീഴടങ്ങരുത്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള അംഗീകരിക്കണം. മുഴുവൻ പേരെ ഒരുമിച്ച് കൊണ്ടുവരണം. എൻ്റെയും കൂടി ആരോഗ്യമന്ത്രിയാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി. ഞാൻ രാഷ്ട്രീയമായ എതിർവശത്താണ്. പക്ഷെ അതുകൊണ്ട് എൻ്റെ ആരോഗ്യമന്ത്രി അല്ലാതാകുന്നില്ല. മന്ത്രിസഭ വന്ന ദിവസം മുതൽ കേരളത്തിൽ മുഴുവൻ പേരുടെയും ആരോഗ്യമന്ത്രിയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി. അപ്പോൾ അവർ 60% പേരെ മാറ്റി നിർത്തിയിട്ട് എങ്ങനെയാണ് ഭരിക്കാൻ പറ്റുക? മുഴുവൻ ജനങ്ങളുടെ അഭിപ്രായം അറിയണം. കേരളത്തിൽ CPM-കാർ വിചാരിച്ച എല്ലാ കാര്യം നടക്കും. CPM-കാർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ. മുൻ മുഖ്യമന്ത്രി അച്യുതമേനോൻ്റെ മകൻ ഡോക്ടർ രാമൻകുട്ടി എൻ്റെ അധ്യാപകനാണ്. അദ്ദേഹത്തെ ഉപയോഗിക്കുന്നില്ല. കേരളം കണ്ട ഏറ്റവും വലിയ എപ്പിഡമിയോളജിസ്റ്റ് ഒരാളാണ്. ആരോഗ്യരംഗത്ത് ഏറ്റവും പ്രശസ്തരായ സാമ്പത്തിക ശാസ്ത്രജ്ഞരിൽ ഒരാളാണ്. അദ്ദേഹത്തെങ്കിലും ഉപയോഗിക്കണ്ടേ? അത് നടക്കാത്തതുകൊണ്ടാണ് ഈ പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ മാർഗങ്ങളുണ്ട് കേരളത്തെ നന്നാക്കാൻ, മെച്ചപ്പെടുത്താനായിട്ട്. കേരളത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഇതിലും മെച്ചപ്പെടുത്താനായിട്ട്. കേരളം എല്ലാം ശരിയാക്കാൻ തെറ്റിദ്ധരിക്കരുത്. ഒരു കുട്ടിക്ക് 90% മാർക്ക് കിട്ടിയപ്പോൾ അതിന് ശരിയായി ഇനി പഠിക്കേണ്ടെന്ന് പറയുന്ന പോലെ 90 നിലനിർത്താനാണ് പാട് കിട്ടുന്നതിനേക്കാൾ. ഈ 90നെ 91 അതിലും പാടാണ്. ശിശുമരണ നിരക്കും മാതൃമരണ നിരക്ക് എണ്ണം കുറവ് ബീഹാറിനേക്കാൾ മെച്ചം, മധ്യപ്രദേശങ്ങൾ മെച്ചം എന്ന് പറയുമ്പോൾ ഇപ്പോഴും അറിയണം. ഗർഭ അവസ്ഥയിൽ അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസവ സമയത്ത് മരിക്കുന്ന സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്.
ശിശുമരണങ്ങൾ നടക്കുന്നുണ്ട്. അത് ബീഹാറിനേക്കാൾ മെച്ചമെന്ന് പറഞ്ഞാൽ മരണ വീട്ടിൽ പറയാൻ പറ്റുമോ? കുഞ്ഞ് മരിച്ചു പോയപ്പോൾ തന്നെ ബീഹാറിനേക്കാൾ നമ്മൾ മെച്ച മരണം സഹിക്കാൻ പറയാൻ പറ്റുമോ? ഒരു ഗർഭിണി മരിക്കുമ്പോൾ ബീഹാറിനേക്കാൾ നമ്മൾ കുറച്ച് മരിക്കുന്നത്, മരിച്ച വീട്ടിൽ മരണം 100%. അപ്പോൾ ഏറ്റവും മുന്നിലോ അല്ലെങ്കിൽ മധ്യപ്രദേശിനും യു പിക്കും ബീഹാറിനും രാജസ്ഥാനിനും മുന്നിലായ പോരാ. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. കേരളത്തിൽ ഒരു കുടുംബത്തിൽ ഒരു കുട്ടി, 2 കുട്ടി, ഒരു കുട്ടിയേക്കാണ് ഇപ്പോൾ ഒരുപാട് കുടുംബങ്ങളിൽ. അവൻ്റെ ജീവിതം വിലപ്പെട്ടതാണ്. ഉത്തർപ്രദേശിൽ ഇപ്പോൾ 8-9 കുട്ടികളുണ്ട് പല പ്രദേശങ്ങളിൽ. അപ്പോൾ ഉത്തർപ്രദേശിനേക്കാൾ മെച്ചമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തോടാണ് മത്സരിക്കേണ്ടത്. കേരളം നേടിയ നേട്ടങ്ങൾ നിലനിർത്താനാണ് പാട്, അതിൻ്റെ മേളിലേക്ക് പോകാനാണ് പാട്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ശാസ്ത്രീയ സമീപനങ്ങളാണ് വേണ്ടത്. ഡോക്ടർമാരെ വായ മൂടിക്കെട്ടി ഡോക്ടർമാരെ ട്രാൻസ്ഫർ ചെയ്തോ ഭീഷണിപ്പെടുത്തിയോ വാതുറക്കരുതെന്ന് പറഞ്ഞ നിയമങ്ങളൊന്നും കൊണ്ട് കേരളത്തിൽ ആരെങ്കിലും നന്നാവില്ല. തൽക്കാലം മന്ത്രിക്കും കഷ്ടിച്ച് രക്ഷപ്പെടാമെന്ന് അത് ഞങ്ങൾ പുറത്തു പറയും. അങ്ങനെ രക്ഷപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല. പിന്നെ ഡോക്ടർമാരുടെ വായ മൂടിക്കെട്ടാൻ ശ്രമമുണ്ട്. ഞാൻ ഇപ്പോഴും പറയുകയാണ്, കേരളത്തിലെ മെഡിക്കൽ രംഗത്ത്, എല്ലാ രംഗത്തും, പാരാമെഡിക്കൽ രംഗത്ത് നിൽക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളോടും പറഞ്ഞു, നിങ്ങൾ ശബ്ദിക്കണം, നിങ്ങൾ സംസാരിക്കണം. പത്രപ്രസ്ഥാനം ഇറക്കുന്നതിനെ ഫേസ്ബുക്കിലെ പൂട്ടിക്കാൻ പറ്റും. നിങ്ങൾ രോഗികളോട് സംസാരിക്കണം, ജനങ്ങളോട് സംസാരിക്കണം. കാരണം നിങ്ങൾ എടുത്തിരിക്കുന്ന പ്രതിജ്ഞ നിങ്ങൾ സാധാരണക്കാരൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുമെന്നാണ്. ഇന്ന് മെഡിക്കൽ വിദ്യാർത്ഥിയായ ഇന്ന് ചേർന്ന ഒരാൾ പോലും അയാൾ മരിക്കുന്നവരെയും ഡോക്ടറാണ്, മരിക്കുന്നവരെയും നഴ്സാണ്, മരിക്കുന്നവരെയും പാരാമെഡിക്കൽ രംഗത്ത് നിൽക്കുക. നമ്മൾ ഈ രംഗത്ത് നിൽക്കുന്നവരാണ്. മന്ത്രിമാരുടെ ആരോഗ്യമന്ത്രി സ്ഥാനമൊക്കെ 5 വർഷത്തെ ആയുസേ ഉള്ളൂ. അപൂർവമായിട്ടാണ് ചിലർ രണ്ടാമതൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അവർ മോശക്കാരല്ല, അവർ നമ്മുടെ നേതാക്കന്മാർ തന്നെയാണ്. പക്ഷെ അവരുടെ താല്പര്യം 5 വർഷമാണ് പരമാവധി. നമ്മൾ ഈ ആരോഗ്യരംഗത്ത് നിൽക്കുന്നത്, ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയോ ഒരു ഡോക്ടറോ ഭയക്കരുത്. നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കണം. ജനങ്ങൾക്കെതിരെ, പൊതുജനങ്ങൾക്കെതിരെ അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ശബ്ദിക്കണം, ഉറച്ച് ശബ്ദിക്കണം. എനിക്കറിയാം ഒരുപാട് ഹാരിസുമാരും ഒരുപാട് മോഹൻദാസുമാരും അകത്തുണ്ട്. ഇവരുടെ വാപത്തി തുടങ്ങിയാൽ, അവർ നിശബ്ദരാക്കി തുടങ്ങിയാൽ 1,00,000-ത്തിലധികം ഡോക്ടർമാർ രജിസ്റ്റർ ചെയ്ത സംസ്ഥാനമാണ്, ലക്ഷക്കണക്കിന് നഴ്സുമാർ രജിസ്റ്റർ ചെയ്ത സംസ്ഥാനമാണ്. ഒരു വലിയ മലവെള്ളപ്പാച്ചിലുണ്ടാകും. ഒരാളുടെ 2 വാമൂടി കെട്ടാൻ തുടങ്ങിയാൽ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ, പിന്നെ ജനങ്ങളുണ്ട്, ഈ നാട്ടിൽ മാധ്യമങ്ങളുണ്ട്, എല്ലാവരും ശബ്ദിക്കും. ഈ കൊത്തൊഴുക്കിൽ ഒരു മന്ത്രി ബാക്കി കാണില്ല, ഒഴുകിപ്പോകും അവരുടെ അഭിപ്രായങ്ങൾ.